സത്യമായിട്ട് എൻ്റെ 450 പോയി എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഹായ് ഫ്രണ്ട്സ്, അബീസിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും UK വന്ന അക്കോമഡേഷൻ എടുക്കും. അക്കോമഡേഷൻ എടുക്കുമ്പം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഡിപ്പോസിറ്റ് കൊടുക്കുന്ന സംഭവം. നമ്മളെല്ലായിടത്തും 800-900 പൗണ്ടും ഡിപ്പോസിറ്റ് കൊടുത്തിട്ട് നമ്മളൊരു 6 മാസമോ 1 വർഷം കഴിയുമ്പോഴും മിക്ക ആൾക്കാരും നമ്മളെ അങ്ങ് വലിപ്പിക്കും. ചിലവർ തരുമില്ല, ചിലവർ പറയും എനിക്ക് കൗൺസിലിൽ പിടിപാടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തലും. എന്നെ ഒത്തിരി സ്റ്റുഡൻസ് വിളിച്ചിട്ടുണ്ട്, ബ്രോ ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളുടെ ഡിപ്പോസിറ്റ് 1000 പൗണ്ട് ഉണ്ട്, 1500 പൗണ്ട് ഉണ്ട്. ചിലവന്മാർ പറയും ആ പോയ കാശ് പോയി, ഇനി അതിൻ്റെ പുറകെ കിടക്കാൻ ഭയങ്കര പാടാ, എന്തെങ്കിലും ആവട്ടെ അവർ കൊണ്ട് തിന്നുവാണെങ്കിൽ തിന്നോട്ടെ. പക്ഷേ ഇന്ന് നമ്മുടെ വൈഫ് ഒരു 5 മാസം മുമ്പ് എനിക്കും ഈ സെയിം അവസ്ഥ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു 850 പൗണ്ട് പോയി. ഞാനും ഈ ഡയലോഗ് തന്നെ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ പുറകെ ആരാ നടക്കണേന്ന്. പക്ഷേ എൻ്റെ വൈഫ് കുത്തിയിരുന്ന് എവിടെയും പോയില്ല. വീട്ടിൽ ലാപ്ടോപ്പ് തുറന്ന് മെയിൽ അയച്ച് ആ 850 പൗണ്ടിൽ 800 പൗണ്ട് മിനിഞ്ഞാന്ന് തിരിച്ചു കിട്ടി. അത് കിട്ടാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ വൈഫ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ UK വരുന്ന അല്ലെങ്കിൽ ഏതോ രാജ്യത്തോട്ട് പോകുന്ന എല്ലാവർക്കും അറിയാം, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു അക്കോമഡേഷൻ കിട്ടുക എന്നാണ്. ഇൻ കേസ് നമുക്ക് ആരെങ്കിലുമൊക്കെ റെഫർ ചെയ്ത് അല്ലെങ്കിൽ ആരുടെയിലൊക്കെ കണക്ഷൻ ത്രൂ നമുക്കൊരു അക്കോമഡേഷൻ കിട്ടിയാൽ തന്നെയും നമ്മൾ അതിന് അക്കോമഡേഷനിലോട്ട് കയറുന്നതിന് മുന്നേയും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ഒരു ലാൻഡ് ലോഡിന് അല്ലെങ്കിൽ ആ ഒരു ലെറ്റിംഗ് ഏജൻറ്റിന് നമ്മൾ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഡെപ്പോസിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ ആ വീട്ടിൽ അത്യാവശ്യം വൃത്തിക്കൊക്കെ ഇടുന്നു, ഓക്കെ. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ലെറ്റിംഗ് ഏജൻറ്റ് നമ്മുടെ ഈ ഡെപ്പോസിറ്റിന് എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് അവർ പറയുന്നതാണ് പിന്നത്തെ കാര്യം. അവർ ഇത് പോയി അത് പോയി അല്ലെങ്കിൽ ഇത് പ്രശ്നമായിരുന്നു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതിനോട് പിന്നെ വേറൊന്നും ഇല്ല. ഇപ്പം ഇൻ കേസ് നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു. എന്നിരുന്നാൽ പോലും അവർ പറയുന്നതാണ് അവിടുത്തെ ന്യായം. അവർ അത് തരാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത്ര അവർ കുറച്ചിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് അവിടുത്തെ ന്യായം. നമുക്ക് അതിൻ്റെ മുകളിലൊന്നും ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മളൊരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നവർ ഇതൊരു കേസാക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നൂലാമാലകളിലോട്ട് നമ്മൾ പോവുകയല്ല. കാര്യം അത് നമുക്ക് പിന്നെ ഒരു ബർഡനാണ്. നമുക്ക് ഒന്നാമത് നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാം. നിൽക്കുമ്പോൾ നിയമ മാറ്റങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇരട്ടി പണി വരുന്ന. ഇപ്പോൾ ഒരു എത്ര രൂപ കൊടുത്താലും നമ്മൾ എന്നാൽ ആ പൈസ പോട്ടേന്നേ വെക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഒരു ചിന്താഗതി. അപ്പം ഇതിന് വളരെ ഫലപ്രദമായിട്ടൊരു കാര്യമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ജോലി കിട്ടി നമ്മൾ വാരിങ്ടണിലോട്ട് മാറിയ ടൈമിൽ ഞാനൊരു സിംഗിൾ ഒക്യുപ്പൻസ് അതിൻ്റെ ഒരു അക്കോമഡേഷനാണ് എടുത്തത്. അപ്പം ഞാനിവിടെ കയറിയപ്പോൾ എനിക്ക് ഓൾറെഡി കുറേ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അപ്പം നമ്മുടെ ഒരു മന്ത് റെൻറ്റിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിരുന്നു നമുക്ക് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു മാസത്തെ റെൻ്റ് എന്ന് പറയുന്നത് 600 പൗണ്ട്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടി എക്സ്ട്രാ വെച്ചിട്ട് അവർ എന്തൊക്കെയോ നമ്മളൊരു 6 വീക്സ് അങ്ങനെ പറഞ്ഞൊരു ടെനൻസി എമൗണ്ട് എത്രയാണോ അതാണ് അവർക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 800 പൗണ്ട്സ് ആയിരുന്നു. ഓക്കെ, ഇതൊക്കെ കൊടുത്തു. ഞാൻ കയറിയപ്പോൾ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു. ഓൾറെഡി ഞാൻ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുന്നത് ഒരു എവിഡൻസ് ആണ്. ഇതെല്ലാം ചെയ്തു. അവിടുന്ന് ഷെഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ഔട്ടായി. ഞങ്ങൾ വേറൊരു വീട് എടുക്കാൻ നേരത്ത് ഇവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ ടെനൻസി 6 മന്ത്സ് ആയിരുന്നു, ഏകദേശം തീരാറായി, 6 മന്ത്സേ ഉള്ളൂ, ഞാൻ പുതുക്കുന്നില്ല, റിന്യൂ ചെയ്യുന്നില്ല, ഓക്കെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ. നമ്മൾ ഈ വീട്ടിലോട്ട് മാറി. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മളെല്ലാം അവിടുത്തെ പരിപാടിയെല്ലാം തീർക്കാനായിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ റിന്യൂ ചെയ്യുന്നില്ല, ഓക്കെ. ഇവിടം വരെ എല്ലാം ഓക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് സംഭവിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ കാര്യം പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ലൈറ്റ്, ഒരു കുഞ്ഞ് ലൈറ്റ് വെക്കാനായിട്ട് ചെറുതായിട്ട് ഞാനൊരു സെലോ ടേപ്പ് അവിടെ ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങ് പോരാൻ നേരത്തെ ആ സെലോ ടേപ്പ് കീറിയപ്പോൾ ഒരു കോയിൻ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കൈയുടെ ഈ വലിപ്പത്തിൽ അവിടെ നിന്നൊരു പെയിൻറ്റ് പോയി. ഓക്കെ, ആ പെയിൻറ്റ് പോയി. അപ്പം ഞാൻ ഓർത്തു കുഴപ്പമില്ല, അവരോട് നമുക്ക് പറയാം, കാര്യം എൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ അവരുടെ കയ്യിൽ, അപ്പം ഒരു ന്യായമായ ഒരു എമൗണ്ട് അവരെടുത്തോട്ടെ, ഓക്കെ അത് പറഞ്ഞു. രസം എന്താണെന്ന് വെച്ചാൽ, ടെനൻസി എൻഡ് ചെയ്യുന്ന ടൈമിൽ, അതായത് നമ്മൾ ഒഫീഷ്യലി നമ്മൾ കീ എല്ലാം അയച്ചു കൊടുത്തു, എല്ലാം കഴിഞ്ഞു. അപ്പം ഇത് ലിവർപൂൾ ഒരു ഏജൻസി ത്രൂ ആണ് ഞാനിത്, ലെറ്റിംഗ് ഏജൻസി ത്രൂ ആണ് ഞാനിത് എടുക്കുന്നത്. ഈ ലെറ്റിംഗ് ഏജൻറ്റും ഞാനും ചേർന്ന് നമ്മൾ ടെനൻസി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ ഒരു സ്കീമുണ്ട്. അത്യാവശ്യം ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഏജൻസിയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ഉണ്ട്.
പല രീതിയിലുള്ള ഏജൻസി ഉണ്ട്. DPS എന്നാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഏജൻസിയുടെ പേര്. അപ്പോൾ അവരിലാണ് അവർ ഡെപ്പോസിറ്റ് ഏൽപ്പിക്കുന്നത്. അതായത് നമ്മളൊരു ടെനൻ്റുണ്ട്, ഒരു ലാൻഡ് ലോഡ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഈ DPS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ലാൻഡ് ലോഡ് അല്ല മേടിക്കുക. ലാൻഡ് ലോഡിന് നമുക്ക് ഇടയ്ക്ക് നിൽക്കുന്ന ഇവരുടെ കയ്യിൽ നമ്മുടെ ഡെപ്പോസിറ്റ് അവർ ഒരു പ്രൊട്ടക്ഷൻ സ്കീമിൽ ഫിക്സഡ് ആക്കി അവിടെ വെക്കും. ഇപ്പം ടെനൻസി എൻഡ് ചെയ്യാൻ നേരത്ത് ഇവർ നമ്മുടെ ലാൻഡ് ലോഡിനോടും നമ്മളോടും ചോദിക്കും എത്ര രൂപയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്തെ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞില്ല, ഒരു ചെറിയ കോയിൻ രൂപത്തിൽ അത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ടെനൻസി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലും എൻഡ് ചെയ്യുന്ന ടൈമിലും ഈ പറഞ്ഞ പോലെ ഞാൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എല്ലാം എടുത്തു. ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് എന്നാണ് എൻ്റെ ഡെപ്പോസിറ്റ് കിട്ടുന്നതെന്ന് അറിയാൻ. അപ്പോഴാണ് എൻ്റെ ലെറ്റിംഗ് ഏജൻസി എനിക്കൊരു മെയിൽ അയക്കുന്നത്. നിങ്ങളുടെ റൂമിൽ ഞാൻ ഓൾറെഡി അവരെ ഇൻഫോം ചെയ്തായിരുന്നു ഇതുപോലെ ചെറിയൊരു പാച്ച് അവിടെ നിന്ന് ഊരിപ്പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയായിട്ട് ഈ പെയിൻറ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇൻഫോം അവരെ ചെയ്തതാണ്. പക്ഷേ ഡെപ്പോസിറ്റ് തരുന്ന ടൈം ആയപ്പോൾ ഇവർ ആ നമ്മൾ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീം അവരോട് ആണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളാണെങ്കിലും സംസാരിക്കുക അവരോടാണ്. നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അവരാണ് വർക്ക് ചെയ്യുന്നത്. ലാൻഡ് ലോഡും സംസാരിക്കുന്ന അവരോട് തന്നെയാണ്. ലാൻഡ് ലോഡ് അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചെറിയൊരു സാധനം പോയത്, അതായത് ഈ ചെറിയ ഒരു കോയിൻ ഇത്രയും വലുപ്പത്തിൽ പെയിൻറ്റ് പോയതിന് അവർക്ക് 450 പൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവർ പിടിക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാര്യം 800 പൗണ്ട് നമ്മൾ ഫുള്ള് വീടിനായിട്ട്, അതും ഞാൻ രസം എന്താണെന്ന് വെച്ചാൽ 6 മാസമേ ഞാനവിടെ താമസിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം 450 പൗണ്ട് അത് അവർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഇത് DPS പറയുന്നത്. DPS എനിക്ക് മെയിൽ അയച്ചു, ലാൻഡ് ലോഡ് ഇത്രയും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുന്നുണ്ട്, ഇത്രയും രൂപ അവർക്ക് കൊടുത്താലേ നിങ്ങളുടെ ഡെപ്പോസിറ്റ് തിരിച്ചു തരുള്ളൂ, ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പം നോക്കിയേ 450 കഴിഞ്ഞാൽ പിന്നെ 350 ഉള്ളൂ. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിലൊക്കെ കയറി നോക്കി എന്തെങ്കിലും ഈ DPSൻ്റെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടോ നോക്കിയപ്പോൾ അവരുടെ ഒഫീഷ്യൽ വീഡിയോ ഞാൻ കണ്ടത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ എന്താണോ ശരിക്കും നടന്നത് അതിനെപ്പറ്റി വിശദീകരിച്ച് നമ്മൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളിത് കൊടുക്കുന്നില്ല എന്ന് വെക്കുവാണെങ്കിൽ ഇവരെ നമ്മൾ അറിയിക്കുക. DPSന് അവരുടെ ഒരു ഫോമുണ്ട്, അതെല്ലാം ഓട്ടോമേറ്റഡ്, നമുക്ക് വെബ്സൈറ്റ് ത്രൂ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ക്ലെയിം ചെയ്യുമ്പോൾ ഇവരതൊരു അഡ്വൈസറി കമ്മിറ്റിയിലോട്ടാണ് വിടുക. അപ്പോൾ അവരത് നമ്മുടെ ഈ കേസ് അവരൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാക്കും, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിലവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫ്സ് എന്തൊക്കെ പ്രൂഫുണ്ടോ അതെല്ലാം വെക്കുക, പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചാറ്റ് നടത്തിയിട്ടുണ്ടോ, ഇങ്ങനെ സംഭവിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതിനെപ്പറ്റി വെക്കുക, എല്ലാം വെച്ചിട്ട് അവർ ലാസ്റ്റ് നമ്മളോട് ചോദിക്കും എത്ര രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ അവർ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ പെയിൻറ്റ് ഒത്തിരി പൊളിഞ്ഞു പോയിട്ടുണ്ട്, അവർക്കത് ഫുള്ള് വോൾ പെയിൻറ്റ് ചെയ്യണം, പിന്നെ ഞാനത് ക്ലീൻ ചെയ്തിട്ടില്ല, റൂം ക്ലീൻ ചെയ്തിട്ടില്ല, അപ്പോൾ അത് കാരണം അവർക്ക് റീക്ലീനിങ്ങിനുള്ള പൈസ കൊടുക്കണം, റീഡെക്കറേഷനുള്ള പൈസ കൊടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ ഈ 450 പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓൾറെഡി കയറിയ സമയത്തെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, ഇറങ്ങുന്ന ടൈമിലെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ലെറ്റിംഗ് ഏജൻസുമായിട്ട് സംസാരിച്ച മെയിലുകൾ എല്ലാം ഞാൻ ഡേറ്റ് ഇട്ട്, അതായത് ഓരോ ഫോട്ടോസും എന്നാണ് എടുത്തത്, ഏത് സ്ഥലത്തിൻ്റെ എന്ത് സാധനത്തിൻ്റെയാണ് ആ ഫോട്ടോയ്, അതെല്ലാം വെച്ചിട്ട് ഞാനൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞാനിത് ഈ DPSൽ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് നിൽക്കുന്ന ലാൻഡ് ലോഡും ഈ പ്രൂഫ് എല്ലാം കൊടുക്കും, അവരുടെ കയ്യിലുള്ള പ്രൂഫ്സ് എല്ലാം കൊടുക്കും, നമ്മുടെ കയ്യിലുള്ള പ്രൂഫ്സും എല്ലാം രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഇവർ അഡ്വൈസറി കമ്മിറ്റി ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിലോട്ട് എത്തുന്നത്. അതിൻ്റെ പൈസ ഞാൻ ലയബിളാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ 50 പൗണ്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാര്യം അത്രയും മാത്രമേ പോയിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് തൂത്തുവിടാവുന്ന അത്രയും പെയിൻറ്റ് അവിടുന്ന് പോയിട്ടുള്ളൂ, ബാക്കി പൈസ എനിക്ക് തിരിച്ചു വേണം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ക്ലെൻലിനെസ്സിൻ്റെ കാര്യം, ഞാൻ ടെനൻസി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എൻ്റെ റൂമിൻ്റെ ഫുൾ വീഡിയോസ് ഓരോ ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഫുൾ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ തിരിച്ചു കൊടുത്തിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജെന്യുവനായിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, ഞാനത് ഇത്ര രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് തന്നെ സംസാരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അയച്ചു കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നൊരു 20 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ നാട്ടിലായിരിക്കുമ്പോഴാണ് എനിക്ക് മെയിൽ വരുന്നത്, നിങ്ങളുടെ സംഭവം ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ എത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടൊരു PDF ഡോക്യുമെൻ്റ് എനിക്ക് അവർ അയച്ചു തന്നു. ഈ DPSൽ നിന്നാണ്, ലെറ്റിംഗ് ഏജൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, DPS ആണ് ഇത് ഫുള്ള് ത്രൂ ഔട്ട് കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്നോട് അവർ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്,
എത്ര രൂപ 50 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, അത് മാത്രം കൊടുത്താൽ മതി. ബാക്കി പൈസ മുഴുവൻ വിത്തിൻ 20 ഓർ 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് തിരിച്ചു വരും. അതുപോലെ തന്നെ ഈ റീഡെക്കറേഷൻ്റെ ഒക്കെ കാര്യം ചെറിയൊരു പാച്ചേ വന്നിട്ടുള്ളൂ, 50 പൗണ്ടിൻ്റെ കാര്യമേ ഉള്ളൂ. അത് ഫുൾ റീഡെക്കറേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, അവരുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. ഈ ലെറ്റിംഗ് ഏജൻസ് ഫോട്ടോ അയച്ചപ്പോൾ അവർ ഞാൻ ടെനൻസി സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബറിലാണ്. അവർ പക്ഷെ കൊടുത്ത ഫോട്ടോസ് ജൂലൈയിലുള്ളതാണ്. ഒരു 3-4 മാസം മുന്നത്തെ ഫോട്ടോസാണ് കൊടുത്തത്. ഇത്രയും 3-4 മാസം മുന്നത്തെ ഫോട്ടോ അയച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അയച്ചാന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, അത് കാരണം എൻ്റെ വാദമാണ് നിലനിൽക്കുന്നത്, അതുകൊണ്ട് ടെനൻറ്റിന് 50 പൗണ്ട് ഒഴിച്ച് ബാക്കി എമൗണ്ട് ഫുള്ള് ടെനൻറ്റിൻ്റെ അക്കൗണ്ടിലോട്ട് തന്നെ വരുമെന്നും പറഞ്ഞ് ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊരു ഡോക്യുമെൻ്റാണ് അവരെനിക്ക് അയച്ചു തന്നത്. അപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ സത്യമായിട്ട് എൻ്റെ 450 പോയി എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോകേണ്ട പൈസ അല്ലായിരുന്നു, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ആയതുകൊണ്ടായിരിക്കും, പോകേണ്ടതല്ല. അതുകൊണ്ട് എനിക്കത് തിരിച്ചു കിട്ടി. 10 ദിവസമൊന്നും വേണ്ടി വന്നില്ല. 7 ദിവസം കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച വർക്കിംഗ് ഡേ കഴിഞ്ഞപ്പോൾ എനിക്ക് അക്കൗണ്ടിലോട്ട് പൈസ ക്രെഡിറ്റ് ആയി വന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളൊരു അക്കോമഡേഷൻ കയറാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ലാൻഡ് ലോർഡ് അല്ലെങ്കിൽ ലെറ്റിംഗ് ഏജൻറ്റിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് DPS അല്ലെങ്കിൽ ഈ ഇതുപോലെ പ്രൊട്ടക്ഷൻ സ്കീമിൽ ഞങ്ങളുടെ പൈസ ഇടണം എന്നും പറഞ്ഞ് തന്നെ നിങ്ങളുടെ ടെനൻസി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് ടെനൻസി ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്ന വേറൊരു ഇതുപോലെ തന്നെ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്കീമാണ് TDS. ഇതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അയക്കുന്ന മെയിൽസിനെല്ലാം റിപ്ലൈ ചെയ്യുക, അവരുടെ വെബ്സൈറ്റിൽ കയറി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക. പ്രൂഫ്, അതാണ് ഏറ്റവും വലിയത്. എവിഡൻസ് വിത്ത് ഡേറ്റഡ് നെയിം വെച്ചിട്ട് നമ്മൾ എല്ലാം സബ്മിറ്റ് ചെയ്യുക, ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടും. ഇതെന്ന് പറയുന്നത് ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് 2 പേർക്കും ഈക്വലി 2 പേരെ കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് അവരൊരു ജഡ്ജ്മെൻറ്റിൽ എത്തുന്നത്. ഈ വീഡിയോ അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പരിഗണിക്കുക. സോ ഇറ്റ്സ് മീ വീമ സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.